ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഒഴിച്ചേറിയുടെ നാടൻ ഒഴിച്ചേറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. തക്കാളിയും മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ കറി. എന്തായാലും ഉണ്ടാക്കി നോക്കിയാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടാനുള്ള പൊടിക്കൈകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ നോക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങിയാലോ. അപ്പം ഞാനിവിടെ മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ, തക്കാളി, മുരിങ്ങക്കായയുടെ ഒക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ ഏത് ചാറ് കറി വെക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലംഗങ്ങളുടെ അനുസരിച്ചാണ് ഈ കഷ്ണങ്ങളുടെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടലും കുറയ്ക്കലൊക്കെ വേണ്ട. അപ്പോൾ 2 പേരുള്ളെങ്കിൽ മുരിങ്ങക്കായ ഒന്നും ഇത്ര അധികം എടുക്കേണ്ട ആവശ്യമില്ല. 1 or 2 എടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ 3.5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായ. ഇവിടെ 5 പേരാണ്. അപ്പോൾ 2 നേരത്തിന് എടുക്കാനുള്ളതായ കാരണമാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ വീട്ടിലംഗങ്ങളുടെ അനുസരിച്ച് അളവുകൾ കൂട്ടുക കുറയ്ക്കുക കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ, പിന്നെ ഇതിലേക്ക് ഇനി കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേണം വേവിക്കാൻ. പിന്നെ നമ്മുടെ പച്ചമുളക് വേണം, കറിവേപ്പില വേണം, ഉള്ളി ഇപ്പോൾ ചതക്കുക അല്ലെങ്കിൽ നീളത്തിൽ അരിയുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ ഇത് എപ്പോഴും പറയണ പോലെ എരിവനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം, വേവിച്ചെടുക്കാൻ. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചട്ടിയിൽ ചെയ്യായിരിക്കും ടേസ്റ്റ് കേട്ടോ കുറച്ചും കൂടി. അപ്പോൾ ഇങ്ങനത്തെ ചട്ടി വേണമെന്നില്ല, നമ്മുടെ മീൻ വെക്കുന്ന കറിച്ചട്ടി ഉണ്ടല്ലോ അതിലായാലും നമുക്ക് ഈ കറി വെക്കാം. അപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഒന്നുകൂടിയും പറയാം. തക്കാളി, മുരിങ്ങക്കായ, ഉള്ളി ചതച്ചത്, ഉള്ളി ചതക്കി അരി എങ്ങനെയായാലും കുഴപ്പമില്ല, ഒരു 5-6 ഉള്ളി ഇട്ട് സാധാ ഉള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മുരിങ്ങക്കായ അധികം വേവുള്ളതല്ല, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഇടാണ്ടിരുന്നത്. പെട്ടെന്ന് വേവില്ല മുരിങ്ങക്കായ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, അധികം വേവില്ലാത്ത കാരണം അത്ര അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം നമുക്ക്. അതൊന്ന് അവിടെ ഇരിക്കട്ടെ, എന്നിട്ടൊന്ന് വേവട്ടെ കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള അരപ്പ് വേണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നാളികേരം ഒന്ന് ചെരുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അത് വേവണ നേരം കൊണ്ട് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉള്ളി, പിന്നെ ഒരേ ഒരു അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എന്തോരം വേണമെന്നുള്ള അനുസരിച്ച് എടുക്കുക, കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും മുരിങ്ങക്കായും എടുത്തതിന് ഒരു അരമുറി നാളികേരം, ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ, ചില സമയത്ത് നാളികേരം ഭയങ്കര വലുത് കിട്ടുമല്ലോ. അപ്പം അങ്ങനെയല്ല, ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനുള്ള പൊടിക്കൈ എന്ന് പറഞ്ഞ് ഉലുവയുടെ പൊടി, ഒരു നുള്ളു ഉലുവയുടെ പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത നല്ലൊരു മണവും ഒരു പ്രത്യേക എന്താ പറയുക ഒരു ടേസ്റ്റുമാണ്. ഉലുവയുടെ പൊടിയിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് എന്നല്ല, ഒരു മണവും നമ്മുടെ വായിൽ വയ്ക്കുമ്പോൾ ഒരു ടെക്സ്ചറിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം അതുണ്ടാവും. ഒരു നുള്ളു കേട്ടോ, കുറേയല്ല, ഒരു നുള്ളു എന്ന് പറഞ്ഞോണം ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത് ഇത്ര മതി കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് നാളികേരം നന്നായി അരയണം കേട്ടോ. നമ്മുടെ മോരുകറിക്ക് അരയ്ക്കണ പോലെ, മോരുകറി കാളനൊക്കെ അരയ്ക്കണ പോലെ തന്നെ ഈ കറിക്ക് നന്നായി അരച്ചെടുക്കണം. അപ്പം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ആയ കാരണം പെട്ടെന്ന് വേവും. അപ്പോൾ അതൊന്നും നോക്കിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവണം. അപ്പം അവിടെ ഒന്ന് ഇരുന്ന് വേവട്ടെ. അപ്പം നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്ത് നന്നായി അരയണം കേട്ടോ. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ അരപ്പ് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇതിലൊന്ന് കിടന്നിട്ട് ഒന്ന് വെന്തിട്ട് നാളികേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിനി മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല മണം. ആ വെളുത്തുള്ളിയും ഒരേ ഒരു അല്ലി നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ, എന്നാലും ഒരു പ്രത്യേക മണം. പിന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ള കാരണേ ഒരു പ്രത്യേക മണം. നമുക്കിപ്പോൾ തന്നെ ചോറിനാന്ന് തോന്നുന്നു, അതേപോലത്തെ നല്ലൊരു മണമാണ്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഏകദേശം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളക്കൊന്ന് തുടങ്ങണമല്ലോ, കുറച്ചും കൂടി ഒന്ന് തിളക്കിട്ടെ കേട്ടോ. വല്ലാണ്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ എല്ലാത്തിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, ഒരു ചെറിയൊരു പച്ചക്കുത്ത് പോലെയുള്ള ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ സമയത്ത് എന്താ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നോക്കപ്പോൾ എനിക്ക് കറക്റ്റാണ്. ഞാൻ അപ്പോൾ സ്ഥിരം ഒരു കണക്കിന് ഉപ്പ് ഇടണ കാരണം എനിക്ക് കറക്റ്റായിരുന്നു ഉപ്പൊക്കെ. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് തിളക്കിട്ടെ കേട്ടോ. കറി ഒരു ഓറഞ്ചായിട്ടുള്ള ഒരു കളറാണ്, പക്ഷേ വീഡിയോയിൽ വേറെ കളറായിട്ട് തോന്നണത്. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. ഏകദേശം തിളച്ച് വന്നിട്ട് മുരിങ്ങക്കായ ആയാലും പെട്ടെന്ന് ഇങ്ങനെ വെന്ത് ഇതാവും. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ടും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തിളച്ചുണ്ട്. നമ്മുടെ മുരിങ്ങക്കായ തക്കാളിക്കറി ഇവിടെ കണ്ടോ, വെന്ത് ഭയങ്കര ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ നോക്കാം നമുക്ക് വെന്ത് ഉടഞ്ഞ് പോകണ്ടോ എന്ന്. അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ മൺചട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു നുള്ളും കൂടി നമുക്ക് ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു നുള്ള് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു മണം നിൽക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഉലുവയുടെ പൊടി ഒരു നുള്ള്. നമ്മുടെ ഇപ്പോൾ എൻ്റെ ഈ കൈ കൊണ്ട് ഒരു പിഞ്ചെന്നുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല മണമുണ്ട്. അതും കൂടി ഉലുവയും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല മണമാണ്. ഇനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ. കടുവറുക്കാനുള്ള കാര്യങ്ങളൊന്നും നോക്കാം. നമുക്കിനി കടുവറുക്കണ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി, അതായിരിക്കും നമ്മുടെ നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യാണ് ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കാച്ചി ഒഴിക്കണതും ആ ഉലുവയുടെ മണവും ഒക്കെ കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കറിക്ക് എന്തും മണമെന്നറിയും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കടുക് മതി. കടുകൊന്ന് പൊട്ടി വരട്ടെ. പിന്നെ ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഉള്ളിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റും മണവും നമ്മുടെ കറിക്ക് വരുന്നത്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വറ്റൽമുളകും 2 വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളകും കടുകും ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഉള്ളി മൂക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മണം കേട്ടോ. അപ്പം എന്ത് നല്ല മണമെന്നറിയോ, ആ ഉള്ളിയും ഉലുവയുടെ പൊടിയുടെ മണവും ഒക്കെ കൂടിയിട്ട് നല്ലൊരു മണമാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. നമ്മുടെ കറിയാണ്, ഈ ഒരു കറി മാത്രം മതി, വേറെ ഒരു കറിയുടെ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.